അപ്പൊ നമ്മളിന്ന് സിനിമ കാണാൻ പോകുന്നത് തുടരുന്ന് പറഞ്ഞ സിനിമ. അപ്പൊ നമ്മള് ഫിനിക്സ് മോളിലാകുന്ന സിനിമ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും പോയിട്ട് നമുക്ക് അതിന്റെ റിവ്യൂസ് നോക്കാം കേട്ടാ. അപ്പൊ ഓക്കെ, നമ്മള് ഫൈനലി ഫിനിക്സ് മോളിലെത്തി ഗൈസ്. ആരും വന്നില്ല ഗൈസ്, നമ്മളാണ് ആദ്യം. ഇത് ടൂ വീലറിന്റെ ആന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെ നിന്നൊന്നും വേണ്ട. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖല്ലേ? സോ യെസ്, നമ്മളിന്ന് പോകുന്നത് നമ്മളെ തുടരും സിനിമ കാണാൻ. നമ്മളെ ഫേമസ് ആയ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ പോകുന്നു. അപ്പോൾ റിലീസായത് 25th റിലീസായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 26th ഓക്കെ, സൺഡേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം മുമ്പേ ഞാൻ രതീഷങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ നമുക്ക് സിനിമ കാണാൻ പോകണം, ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ട് വിളിച്ചിട്ട്. രതീഷങ്ങളെ പിന്നെ സിനിമേൻ്റെ ഫാനായിക്കൊണ്ട് അപ്പം നമ്മളെ ചെയ്തോ, നമുക്ക് പിന്നെ നോക്കാം, പൈസ എല്ലാം പിന്നെ നോക്കാം, അപ്പാട് ചെയ്തോ. ഞാൻ അപ്പാട് ബുക്ക് ചെയ്ത് നമ്മളെ അടുത്തുള്ള ഫിനിക്സ് മോളിൽ PVRൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അപ്പോൾ രാവിലെ 9:30 ഷോനാണ് പോയത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് രാവിലെ പോയിട്ട് വേഗം വരാം, ഉച്ചക്ക് വൈകുന്നേരമാക്കാൻ നിൽക്കണ്ട, നമുക്ക് കടയുണ്ടല്ലോ, കട തുറക്കണ്ടേ. അപ്പോൾ രാവിലെ അങ്ങനെ ആൾക്കാർ വരില്ല, അവിടെ ഭയങ്കര ചൂടുമല്ലേ. അതുകൊണ്ട് നമുക്ക് രാവിലെ പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ എടുത്ത്. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി. ഞാൻ എണീക്കാൻ ലേറ്റായി, അതുകൊണ്ടാണ് ഷൂ പാർക്കിങ്ങിൽ വന്നിട്ട് ഇടാൻ വരുന്നത്. അപ്പോൾ ഞാൻ, പപ്പ, മമ്മ, മൃദുൽ ആൻറ്റി എല്ലാം, നമ്മളെ മാളു, ദിവ്യ ആൻറ്റി, രതീഷങ്ങളും കൂടി നമ്മൾ കാറിൽ വന്നു. മൃദുൽ ആൻറ്റിയും ശശി അങ്കളും നമ്മളെ തേജവും അവർ ഓല പിടിച്ചിട്ട് കുറച്ച് ലേറ്റായിട്ട് വന്നു. ഓക്കെ, സോ നമ്മൾ എല്ലാവരും കൂടി, ഞാൻ എൻ്റെ മമ്മ വഴക്ക് പറഞ്ഞു എന്നാൽ ഞാൻ ലേറ്റായിട്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഷൂ എടുത്തിട്ട് കാറിലേക്ക് വേഗം കയറിയിട്ട് ഇപ്പാന്ന് ഇടുന്നു. അപ്പം നമ്മൾ എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പുതിയ ഡ്രസ്സാണ്, ജോഡിയൊന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വേണ്ട എൻ്റെ അധികം ഡ്രസ്സെല്ലാം ജോഡിയോത്തെ ഉണ്ടാവുക. പിന്നെ ഈ ഷൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്സ് ഇട്ടിനു. ആ ഷോർട്സിൽ സച്ചു എനിക്ക് ആദ്യമായിട്ട് തന്നെ ഷൂ ആണ്. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇടുന്നത്. നല്ല ഡ്രസ്സില്ലേ, നല്ല കോമ്പിനേഷൻ ഉള്ളത്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇങ്ങനെ മുടി അയച്ചിട്ടിട്ട് ഒരിക്കലും പോലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പനെ പേടിയാ. അങ്ങനെ ചെക്ക് ചെയ്യുന്നതല്ലേ ഇവിടെ ഇങ്ങനെ തോന്നിട്ട് ഇന്നത്തെ കച്ചവടം ബോണി നമ്മളാണ് അയാൾക്ക് കച്ചവടം നടന്ന മ്യൂസിക് അടിക്കണ്ട. നമ്മൾ 3 ആൾക്കാരുടെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എൻ്റെതും തേജോൻ്റെതും മാളുൻ്റെത് നമ്മളന്ന് ഷോപ്പിങ്ങിന് പോയിട്ടില്ലേ, ഞാനും സതീഷ് എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോയിട്ടില്ലേ. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. ആ ഷർട്ടും പാൻറ്റും എല്ലാം ജോഡി വന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. അപ്പോൾ പെണ്ണിനെ കുറച്ചൊന്ന് മോഡേൺ ആക്കാനെന്നൊരു വിചാരത്തിലാണ് ഞാൻ അതിലത്. കാരണം അവളെപ്പോഴും ചുരിദാറും ഫ്രോക്കും അങ്ങനത്തെ ഒരു മാതിരി ഡ്രസ്സേ ഇടുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാളൂ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും. അങ്ങനെ ഇവിടെ പോകാൻ സമയമായി. നമ്മുടെ രതീഷ് അങ്കിളിനെ വേഗം പോയിട്ട് വേഗം വരണം. നമ്മളവിടെ സൺഡേ അല്ലേ, കുറച്ച് കറങ്ങാന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അങ്കിൾ ഒന്നും ഒരു ഇതാക്കുന്നില്ലെന്ന്. അപ്പോൾ നമ്മൾ ഫൈനലി ഉള്ളിൽ സമയമായിനു 9:25 9:30 ഷോ അല്ലേ. അപ്പോൾ ഓൾറെഡി 10 മിനിറ്റ് അതിൻ്റെ ജനഗണമന അങ്ങനത്തെ കുറേ ആഡെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ചെക്ക് ഇൻ ചെയ്തു. അല്ലാതെ നമ്മൾ 9 ആൾക്കാർ കൂടി ചെക്ക് ഇൻ ചെയ്തു.
നമ്മൾ ഫൈനലി ഉള്ളിൽ കയറി, തിയേറ്ററിനുള്ളിൽ കയറിയിട്ട് പിന്നെ നമ്മളെ ഇതെല്ലാം തുടങ്ങി. ഓക്കെ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ. സൂപ്പർ സിനിമ. പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി. സത്യം, എനിക്ക് ഇത് കണ്ടില്ല മറ്റേ സാധനം തിയേറ്റർ വിട്ട് പോരാൻ തോന്നുന്നില്ല. ആന്റിക്കോ അങ്കിളോ ഒന്നും കൂടി ഇല്ല ഒന്നും കൂടി ലാസ്റ്റ് ഒരു വിഷമം വന്നു. ആന്റിക്കോ അടിപൊളി കുറച്ച് കൂടിപ്പോയില്ലേ, കുറച്ചൊരു ഇത്രയും ഇത് വേണ്ടായിരുന്നു, രണ്ട് കൂടിപ്പോയി. കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഞാൻ കുടുംബ ഫിലിമാന്ന് വിചാരിച്ചു, അത്രയൊരു ഇത് കിട്ടിയില്ല. വെളിയിലേക്ക് പോവാം സമയത്ത്. നല്ല സിനിമയായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ കുറെ സൂപ്പർ സിനിമ അല്ലേ?
എങ്ങനെയുണ്ടല്ലോ സിനിമ? അടിപൊളിയാണ്, സൂപ്പർ സിനിമ. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു, എല്ലാവരും പോയി കാണണം. മറ്റേ നേരത്തെ സിനിമ ഏതായിരുന്നു പറഞ്ഞ് തുടരല്ലേ? അല്ല എമ്പുരാൻ കണ്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു മോശം നല്ല അടിപൊളിയാണ് സിനിമ. ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പറയാം, അതേപോലത്തെ സിനിമ തന്നെ, പക്ഷെ സൂപ്പർ സിനിമ. ഇമോഷണലും ആണ്, കോമഡിയും ആണ്. ഫസ്റ്റ് പാർട്ട് കോമഡിയും ഉണ്ട്, പക്ഷെ സെക്കൻഡ് പാർട്ട് ഫുള്ള് സീരിയസ് ആയിട്ട് നല്ലതാണ്. നല്ല ഒരു സൂപ്പർ സിനിമ. എല്ലാരും കാണണല്ലേ? അതെ, എല്ലാവരും കാണണം. ഓക്കെ, റെക്കമെൻഡഡ് മൂവിയാണ്. ബൈ. അപ്പം നമ്മൾ മൂവി ഉണ്ടോന്ന് ഇതാണ് നമ്മുടെ പുനക്കരി മലയാളം. ഇതാണോ മോളെ എന്ത് ചെയ്യുന്നു ഇവിടെ? ഇവിടെ നമ്മളെ സിനിമ വന്ന് തുടരും സിനിമ, അടിപൊളി സിനിമ, എല്ലാവരും കാണണം. ഞാൻ കണ്ട ചെറുപ്പം ഇങ്ങനെ വെള്ളം വരുന്നു. അവിടെ പോയി നിക്ക്, ഇല്ല അവിടെ പോയി നിക്ക്, അവിടെ പോയി നിക്ക്, അത് സാരില്ല, പോ, അവിടെ പോയി നിക്ക്, അവിടെ പോയി നിക്ക്. സ്വന്തം ഭർത്താവാ കണ്ടുപിടിക്കുന്ന വരാനുമല്ല. പോണ്ടി അത് സാരില്ല. I took a pill in Ibiza to show Avicii I was cool. We don't talk anymore like we used to do. We don't talk anymore. I got you, baby. And if you feel you're sinking, I will jump right over into cold water for you. അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടൊന്നുമില്ല. മോളിൽ രതീശങ്ങളും എല്ലാവർക്കും വേഗം പോകണം എന്നുള്ള ഇതിലേനു. അപ്പോൾ നമ്മൾ മെല്ലനെ അവിടെ നിന്ന് വിട്ടു, ബേസ്മെൻറ്റ് പോയി, കാറെടുത്തു, നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ സിനിമ കഴിയാൻ തന്നെ ഒരു 12-1 മണി ആയിനേനു. അപ്പോൾ നടന്ന് കുറച്ച് അങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് 2 മണിയായി. അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ അവിടുന്ന് ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് പോയി. വിശ്രാന്ത് വാടിയിലില്ലേ ആങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, അത് നല്ല ഫുഡാണ്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന അവിടെ പോയിട്ട് പനീർ ബട്ടർ മസാല കഴിക്കുക. കുറച്ച് സ്വീറ്റ് ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ദേശീയ ഫുഡ് എന്ന് പറയുന്നത് ബട്ടർ നാൻ അല്ലെങ്കിൽ പ്ലെയിൻ നാൻ, പനീർ ബട്ടർ മസാല. ദിസ് ഇസ് വാട്ട് ഐ ഓൾവേസ് യൂസ് ടു ഈറ്റ് വെനെവർ ഐ ഗോ ഔട്ട്. സോ ചിക്കനും കാര്യം കൂടുതൽ എനിക്കിഷ്ടം പനീറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചിക്കൻ്റെ റെസ്റ്റോറൻറ്റ് പോവാം, നോൺ വെജ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് പോവാം, ജായ്ക്കെ പോവാന്ന് പറഞ്ഞു ധനൂരിലില്ലേ. അപ്പോൾ ആര് പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് പോകണം, അതാക്കണം. ഇത് ഈ റെസ്റ്റോറൻറ്റ് പോകുന്ന വഴിക്ക് തന്നെയാണ്, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് എല്ലാവരും ചപ്പാത്തിയും പിന്നെ വേണ്ട ഈ ഉള്ളി എടുക്കുക. ഓക്കെ, സവാള എടുത്തിട്ട് അതിനകത്ത് അവിടെ നിന്ന് തന്നെ അച്ചാറെടുക്കും. ഓക്കെ, അച്ചാറെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു മുന്തിരിങ്ങ ഇങ്ങനെ സ്ക്യൂസ് മെല്ലനെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. കാര്യം ജ്യൂസെല്ലാം ഇങ്ങനെ വരണം. എന്നുവെച്ചാൽ അത് മെല്ലനെ എടുത്തിട്ട് അത് ഫുള്ള് വായിലിടണം. പക്ഷെ ഫുള്ള് വായിലിട്ടിട്ടില്ല, അത് ഫുള്ളിങ്ങനെ വായിലിട്ട് എൻ്റെ മോളെ ഒന്നും പറയണ്ട, വേറെ ലെവൽ ടേസ്റ്റാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു, വായിൽ നിന്ന് ഭയങ്കര വെള്ളം വരുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. നമ്മൾ മാളു പറഞ്ഞ റെസിപ്പിയാണത്, അതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ഫുഡൊന്നും അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിന് എല്ലാവരും 2 ചപ്പാത്തി വെച്ചിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഞാനും അമ്മ ചപ്പാത്തി വാങ്ങിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു നമുക്ക് ചപ്പാത്തി വേണ്ട, നമുക്ക് നാനും മതി. പപ്പയ്ക്ക് കുറച്ച് BP ഷുഗറിൻ്റെ എല്ലാം കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഇപ്പം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്യൂ ആയിപ്പോയി. അതുകൊണ്ട് പപ്പയ്ക്ക് 2 ചപ്പാത്തി 3 ചപ്പാത്തി വാങ്ങിച്ചു. എല്ലാവർക്കും 2 ചപ്പാത്തി വാങ്ങിച്ചിട്ട് നമ്മൾ പനീർ ബട്ടർ മസാല വാങ്ങിച്ചു.
പിന്നെ പനീർ വാങ്ങിച്ചു, പിന്നെ മഷ്റൂം വാങ്ങിച്ചു. എത്ര വാങ്ങിച്ചിട്ടു, അങ്ങനെ കുറേ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കില്ലേ അധികം ഹെവി ആയിട്ടും ഇല്ല, അധികം ലൈറ്റ് വെയിറ്റ് തോന്നുന്നില്ല. പക്ഷെ സൂപ്പർ, നല്ലൊരു പാകത്തിന്. വെജ് കഴിച്ചിട്ടുണ്ട്, ആ ചപ്പാത്തി മാത്രം കഴിച്ചിട്ടുണ്ടാന്ന് തോന്നുന്നു. ചോറ് കഴിച്ചിട്ടില്ല, നമ്മൾ റൈസ് വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ചപ്പാത്തിയും നാനും പനീറും മഷ്റൂം കറിയും അല്ല, മഷ്റൂം കറിയും നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടത് പനീറാണ്. ഓക്കെ, പനീർ ബട്ടർ മസാല. ഓക്കെ, ഒരു സ്വീറ്റ് ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ നമ്മളെല്ലാം കഴിച്ചിട്ട് ഫൈനലി നമ്മൾ 4 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുക്കിൻ്റെ റിയാക്ഷനാണ് ഇതിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. 1 2 3 കുക്കി. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലില്ലേ കുക്കി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല, ഷൂഷു ആക്കൂല, ഒന്നും ആക്കൂല, ഫുഡൊന്നും കഴിക്കില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ കുക്കിക്ക് ഫുഡെല്ലാം കൊടുക്കും. കണ്ട അവിടെ ഫുഡ് ഉണ്ടാ ഫുള്ള് ബാക്കിയാണ്. നമ്മൾ പോയതിന് ശേഷം എല്ലാവരും ഇനി എവിടെയും പോവില്ല എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് ഇനി അവൻ പോയി കഴിക്കുക. നമ്മൾ ഫൈനലി വീട്ടിലെത്തി. അപ്പോൾ അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.